ഇങ്ങനെ കിടക്കുന്നു. അമ്മാമ്മ അവിടെ, അയ്യോ അമ്മാമ്മ ഇവിടെ കിടക്കുന്നു, അച്ഛനാണ്ട് ഈ റൂമിൽ കിടക്കുന്നു. ഇത് കഥവ് നമ്മളിങ്ങനെ ഇത് വന്നിട്ട് തുറന്നു തന്നെ ഇട്ടിരുന്ന. അന്നേരം ഈ കട്ടിലിൽ അച്ഛൻ കിടന്നേ. അന്നേരം ഇതിങ്ങനെ അങ്ങോട്ട് അവിടെ നിന്ന് കൂടെ മറിഞ്ഞ് വീണ് അച്ഛൻ അതിനകത്തായി പോയി, തലയെല്ലാം കൂടെ മണ്ണിനകത്തായി പോയി. പിന്നെ അവിടുന്ന് വലിച്ചെടുത്ത് കഥവ് പിന്നെ ഇത് അടഞ്ഞു നിൽക്കുക. ഇത് കഥവെല്ലാം കൂടെ പിന്നെ ചവിട്ടി തുറന്ന് പൊളിച്ച് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആഘാതം. ഇവിടെ ഏറ്റവും കൂടുതൽ അവിടെ അച്ഛൻ കിടന്നത്. അച്ഛൻ്റെ തല മുണ്ടെല്ലാം കണ്ടില്ലേ അവിടെ ഇരിക്കുമായിരുന്നു. പിന്നെ അവിടുന്ന് ഊരിയെടുത്തതാ പുള്ളി. മകളും കൊച്ചുമകനും ഇവിടെ ഉണ്ടായിരുന്നു ഇന്നലെ വൈകിട്ട് വരെ. അവർക്ക് ഇന്ന് സ്കൂളിൽ പോകേണ്ട വഴിക്ക് അവരവരുടെ വീട്ടിലോട്ട് പോയി. അതുകൊണ്ട് ആ 2 ജീവനും രക്ഷപ്പെട്ടു. കൊല്ലം ജില്ലയിലെ പത്തനാപുരം താലൂക്കിൽ തലവൂർ പഞ്ചായത്തില് പറങ്കിമാമുകൾ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ കല്ലുവിളയിൽ ശമേൽക്കുട്ടിയുടെയും ലിസിയുടെയും വീടിന്റെ മുകളിലേക്ക് തൊട്ടടുത്തുള്ള ഒരു ആഡിറ്റോറിയത്തിന്റെ മതിൽ ഇടിഞ്ഞു വീണ് വലിയൊരു അപകടമാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ കാണുന്ന റൂമിലായിരുന്നു ശമേൽക്കുട്ടി കിടന്നിരുന്നത്. അവിടെയാണ് ഈ ഒരു മതിൽ ഉൾപ്പെടെ ഈ വീടിന്റെ ഭിത്തി ഉൾപ്പെടെ ഒഴിഞ്ഞു വീണ് പരിക്കുകൾ പറ്റിയിരുന്നു. ഇന്നലെ രാത്രി ഒരു 1:30-2 മണിയോട് കൂടി ഇവിടുന്ന് ഒരു ഫോൺ വന്ന്, അതിലെ ഈ നമ്മുടെ ഈ ദുരന്ത നിവാരണത്തിന്റെ ഫോണിൽ അലർട്ട് അടിച്ചായിരുന്നല്ലോ. ആ ഒരു സമയം കഴിഞ്ഞിട്ട് എല്ലാവരും ഫോണെന്നൊക്കെ ഇരിക്കും. അന്നേരം ഇവിടുന്ന് ഫോൺ വന്ന് അങ്ങനെ ഇതുപോലൊരു മതിലെല്ലാം കൂടി ഇടിഞ്ഞു വീണെന്ന് പറഞ്ഞാൽ ഈ ഓഡിറ്റോറിയത്തിന്റെ സൈഡാണ്. അതിന്റെ ഒരു വലിയ ഭീമായിട്ടൊക്കെ നല്ല ഫില്ലറൊക്കെ ഇട്ട് നല്ല കൊപ്പിയൊക്കെ ഇട്ട് നല്ലോണം ചെയ്ത് സ്ട്രോങ് ആയിട്ട് ചെയ്ത 2-3 വർഷം മുമ്പേ ചെയ്തതാ. അതങ്ങനെ നോട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. വെള്ളമൊന്നും ഇങ്ങോട്ട് മറിയത്തില്ല. അല്ല അത് വേറെ അണ്ടർഗ്രൗണ്ട് വഴിയൊക്കെ അങ്ങ് പുറത്തോട്ട് വിട്ടുകൊണ്ടിരുന്നത്. ഇതെന്ത് പറ്റിയെന്ന് അറിയത്തില്ല. അങ്ങനെ പടക്കാവുന്ന ഒരു ഭയങ്കര സൗണ്ട് കേട്ട് തന്നെ മെമ്പറിന്റെ വീടിൻ്റെ അടുത്ത് തന്നെ മെമ്പർ വന്നു. പിന്നെ അവരുടെ ഹസ്ബൻഡും കുറിച്ചുങ്ങളും എല്ലാം ഓടി വന്നു. പിന്നെ അടുത്തുള്ളവരെല്ലാം കൂടെ കയറി വന്നു. നോക്കിയപ്പം അമ്മാമ്മ വെളിയിൽ ഇറങ്ങി നിന്ന് നിലവിളിച്ചു. അങ്ങനെ എല്ലാവരും ഇങ്ങോട്ട് വന്നു. അന്നേരം അച്ഛനെ കട്ടിലിനകത്ത് മണ്ണിനകത്ത് കിടക്കുക. കാരണം സൗണ്ട് കേട്ട് ഞങ്ങൾക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല. കാരണം കറണ്ട് ഇല്ലാഞ്ഞുകൊണ്ടാണ് മനസ്സിലാവാഞ്ഞത്. പിന്നെ ഇവിടെ ഒരു കതവ് തുറന്ന് ഒരു നിലവിളി കേട്ടു. ഓടി വരണേ രക്ഷിക്കണേ എന്ന് മാത്രം പറയുന്നത് കേട്ടു. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇവിടുന്നാണ് സൗണ്ട് വന്നത്. വേറെ ഒന്നും കാണുന്നില്ല. വീടിന്റെ ഫ്രണ്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രശ്നമൊന്നുമില്ല. വീട് അവിടെ നിൽപ്പുണ്ട്. മറ്റുള്ളതൊന്നും നമ്മൾ അറിയുന്നില്ല. കയറി വരുമ്പോഴാണ് ഓടി വായോ എന്ന് പറയുന്നത് കേട്ട് ഞാൻ സഹിച്ചാൽ എൻ്റെ ഹസ്ബൻഡ് ഓടിക്കൊണ്ട് കയറി വന്നു. കയറി വന്നപ്പോൾ അച്ഛൻ ഒരു വഴി കിടക്കുന്നു, അമ്മാമ്മ ഒരു വഴി നിൽക്കുന്നു. അച്ഛൻ മനസ്സിലായി മണ്ണിനടിയിലാണ് അച്ഛൻ കിടക്കുന്നതെന്ന്. പെട്ടെന്ന് അച്ഛൻ കതവ് തുറക്കാൻ ഒക്കത്തില്ല. പിന്നെ ടൂൾസ്, കാരണം കമ്പി പാര പോലുള്ള സാധനങ്ങളിലെ കമ്പി വളയ്ക്കുന്ന സാധനങ്ങളൊക്കെ എടുത്തിട്ട് വന്ന് കതവിന്റെ പുറകെ കിടന്ന കട്ടയും മണ്ണും ഒക്കെ ഒന്ന് ഒതുക്കി കൊടുത്തിട്ട് ഒരു ശകലം കതവ് തുറക്കാനെന്നായപ്പോൾ അമ്മാമ്മ അച്ഛനോടെ ഈ അച്ഛനെ പിടിച്ച് വെളിയിലാക്കി. അപ്പോഴത്തേന് ഒന്നും ചെയ്യാനൊക്കാത്ത അവസ്ഥ. മണ്ണിനടിയിൽ നിന്ന് അവർ വലിച്ചെടുത്ത് കൊണ്ടുവന്നപ്പോൾ തന്നെ ദേഹം കുറെ മുറിഞ്ഞു കാണും. തലയെല്ലാം പൊട്ടിക്കീറി ഒരുപാട് ബ്ലീഡിങ്ങോട് കൂടിയാണ് അച്ഛനെ വെളിയിലെടുക്കുന്നത്. അതൊന്നും ഇപ്പം രാവിലെ തന്നെ കൊണ്ടുപോയി സ്റ്റിച്ച് ഞങ്ങൾ അന്നേരം തന്നെ 108 വിളിച്ച് നമ്മുടെ റെനി ജോൺ എന്ന് പറഞ്ഞ അച്ഛനാണ് 108 വിളിക്കുക. അന്നേരം നമ്മുടെ ആ സാഹചര്യത്തിൽ ആരെ വിളിക്കണം എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. വന്ന് 108 വിളിച്ച് നമ്മൾ 3:30 ആയപ്പോഴത്തേനും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. അന്നേരം തന്നെ സ്റ്റിച്ചിങ് അങ്ങ് ചെയ്തു, സ്കാൻ ചെയ്തു. MRI സ്കാൻ ചെയ്തിട്ട് അവർ പറഞ്ഞതുപോലെ 8 മണിയാകുമ്പോഴത്തേനും സർജനെ കാണിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എന്തോന്ന് പറഞ്ഞിപ്പോൾ സ്റ്റേബിളാണ്, അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ അപ്പുറത്തെ റൂമിൽ കിടക്കുമായിരുന്നു. അന്നേരം ഫാൻ വേണ്ടാത്തതുകൊണ്ട് അച്ഛന് ഫാൻ വേണ്ടാത്തതുകൊണ്ട് ഞാൻ ഇപ്പുറത്തെ റൂമിൽ വന്നു. അന്നേരം മുറ്റത്തിറങ്ങിയിട്ട് അച്ഛൻ കയറി കിടന്നു കഴിഞ്ഞ് ഞാനും അങ്ങോട്ട് ഈ മുറ്റത്തോട്ട് ഇറങ്ങാൻ വന്നപ്പോൾ ഈ മണ്ണെല്ലാം കൂടി ഇങ്ങനെ വീഴുന്ന ശബ്ദം കേട്ട് ഞാൻ എളുപ്പം അച്ഛാന്ന് വിളിച്ചുകൊണ്ട് ഇവിടെ അച്ഛൻ്റെ മുറിയിലോട്ട് കയറി അച്ഛനെ ഞാൻ കതവിന് വലിച്ച് പിടിച്ച് മുറ്റത്തിറക്കിയത്. അത് വീണതാ, കല്ല് വീണതാ. ദേഹം മൊത്തം ഉണ്ട്, ഇവിടെയൊക്കെ തോളനും ഒക്കെ ഉണ്ട്. ഏറ്റവും കൂടുതൽ സംഭവിച്ചത് ആ റൂമിലാണ് കിടന്ന റൂം. അതാ പഞ്ചായത്തിലെ പറങ്കിമാമുകൾ ശാമുൽക്കുട്ടിയുടെയും ലിസിയുടെയും വീടാണ് ഇന്നലെ രാത്രി മഴയത്ത് തകർന്നു വീണുള്ളത്. തൊട്ടടുത്തുള്ള ഓഡിറ്റോറിയത്തിൻ്റെ കൂറ്റൻ മതിൽ തകർന്നു വീണ് വീട് പരിപൂർണമായും തകർന്ന അവസ്ഥയിലാണ്. ശ്രീ ശാമുൽക്കുട്ടിയെ ഗൗരവമുള്ള പരിക്കുകളോടെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. ശ്രീമതി ലിസിയെയും അവിടെ തന്നെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അധികാരികളെ എല്ലാവരെയും തന്നെ ഞാൻ 4 മണി തൊട്ട് MLAയും പ്രസിഡന്റിനെയും ഒക്കെ അറിയിച്ചു. MLA സ്ഥലത്തില്ല. പ്രസിഡന്റ് രാവിലെ 6 മണിക്ക് മുമ്പ് ഇവിടെ വന്ന് സന്ദർശിച്ചു. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോയി അവരെ കണ്ടു. പിന്നെ ജില്ലാ മെമ്പറെ അറിയിച്ചു, ബ്ലോക്ക് മെമ്പർ, നമ്മുടെ മുൻ മെമ്പർ, എല്ലാ കാര്യങ്ങൾക്കും മുൻ മെമ്പർ ജോസൂട്ടിച്ചാൻ കൂടെ നിന്ന്
എല്ലാ കാര്യത്തിനും പുള്ളിക്കാരനാണ് ഏറ്റവും മുമ്പിൽ നിന്ന് എല്ലാ കാര്യങ്ങളും സഹകരിച്ചത്. എല്ലാത്തിനും ഓരോരുത്തരുടെയും കാര്യങ്ങൾക്ക് ഓടി ഓടി നടന്ന ജോസൂട്ടി മെമ്പറാണ്, മുൻ മെമ്പറാണ് ജോസൂട്ടി മെമ്പർ. എല്ലാ കാര്യത്തിനും മുന്നിട്ട് നിൽക്കുമായിരുന്നു അച്ഛനെ. ഇതിനകത്ത് ഒന്നും ചെയ്യാനൊക്കത്തില്ല, ഒന്നും ചെയ്യാം. 100% ഇത് മൊത്തം പൊരിക്കാൻ മണ്ടയെല്ലാം ഇളവി മാറിയിരിക്കുകയാണ്. ഇതൊരു നല്ല മഴ പെയ്യാന്നുണ്ടെങ്കിൽ ഇത് താഴെ വരും, അതേ അവസ്ഥ. അതുകൊണ്ടാണ് ഇതിനകത്തോട്ട് ആരും കയറല്ലേ എന്ന് പറയുന്നത് തന്നെ. അതെല്ലാം അങ്ങനെ കൃത്യമായിട്ടാണ് ചെയ്തേക്കുന്നത്. ഇവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ തന്നെ ചെയ്തേക്കുന്നത്. ഇങ്ങോട്ട് വെള്ളമൊന്നും വീഴാത്ത രീതിയിൽ അവിടെ പൊക്കി കെട്ടി അവിടെ മാനുകളിട്ട് പൈപ്പ് ഇട്ട് അങ്ങ് പുറത്ത് കൊണ്ടിട്ട് അങ്ങ് റോഡിലോട്ട് ഇറക്കിയ വെള്ളമൊക്കെ വിട്ടേക്കുന്നത്. അങ്ങനെയൊക്കെ ചെയ്തേ അന്ന്. പക്ഷേ ഇതിപ്പോൾ ഈ പറഞ്ഞ റോഡ് എന്ത് ചെയ്യാനാണ് അറിയാം. ഇത് ഷമീലൂട്ടി എന്ന അറിയും, പേര് പന്ത്രണ്ട് ഷമൽ എന്നാണ് വിളിക്കുന്നത്. പുള്ളിക്ക് ഒരു 58-60 വയസ്സോളം കാണും. അമ്മാമ്മ ലിസി, അമ്മാമ്മയ്ക്ക് ഒരു 52-53 വയസ്സുണ്ട്. മോളുണ്ടായിരുന്നു, മോളെ കെട്ടിച്ച ഒരു കുഞ്ഞുണ്ട്, അത് കരിക്കട്ട. ഇവർ രണ്ടും തന്നെ ഉള്ളൂ ഇവിടെ താമസം. പുള്ളിക്ക് പെയിൻറ്റിങ്ങൊക്കെ പണി, അതിന് എന്നൊന്നും ഇല്ല. പിന്നെ ആരോഗ്യപരമായിട്ട് ഇച്ചിരി മോശമുള്ള ഒരാളാണ്, ദൈവം കാത്തതാ. ഇല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ചെറിയ കല്ല് വീട എന്ത് സംഭവിക്കാവുന്ന ഒരാളാണ്. ആരോഗ്യമായിട്ടൊക്കെ ഇച്ചിരി പക്ഷേ പിന്നെ വർക്ക് ചെയ്തതൊന്നും പോകാൻ പറ്റത്തില്ല, ഇച്ചിരി അതുകൊണ്ടുള്ള പ്രശ്നമൊക്കെ ഉള്ള കക്ഷിയാണ്. ഈ 2 മണി സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. ഞാൻ ഭയങ്കര ശബ്ദം കേട്ട് ഞങ്ങൾ ഓടി വന്നപ്പോഴത്തേന് താഴെ അവരെ കൊണ്ടുവന്നു. അപ്പോഴത്തേനും ഇവിടെ എല്ലാം പൊട്ടി കീറി ചോര ഒലിപ്പിച്ച് അങ്ങനെ നിൽക്കുകയായിരുന്നു. പിന്നെ ആംബുലൻസ് കൊണ്ടുവന്ന് കൊട്ടാരമൊക്കെ കൊണ്ടുപോയി തലമുറി സ്റ്റിച്ച് ചെയ്ത്, പിന്നെ അനിയത്തിക്കും നെറ്റിക്കൊരു ഇതുണ്ടായിരുന്നു. പിന്നെ എല്ലാം കൂടെ ഒന്ന് വന്ന് കയറാൻ നോക്കാം. കറണ്ടും ഇല്ല, ഭയങ്കര ഇരുട്ടും, കറണ്ടൊക്കെ അങ്ങ് പോയി അങ്ങ് ഭയങ്കര ശബ്ദത്തോടുകൂടിയായിരുന്നു. പിന്നെ എല്ലാ മെമ്പറും എല്ലാം വന്ന് ജില്ലാ പഞ്ചായത്തിൽ അവരെയൊക്കെ വിളിച്ച് അവരൊക്കെ വന്ന് കണ്ടു. വില്ലേജ് ഓഫീസർ വന്നു, തഹസീൽദാർ വന്നു, ഇങ്ങനെല്ലാം എഴുതിക്കൊണ്ട് പോയിട്ടുണ്ട്. എൻ്റെ പേര് തങ്കച്ചൻ. അനിയനാണോ ഈ അനിയൻ്റെ സ്വന്തം അനിയനാണ്. ഞങ്ങളുടെ കുടുംബമായത് ഇപ്പോഴാണ് അറിയുന്നത്. ഭയങ്കര അപകടം തന്നെ. ഞാൻ പുള്ളിയുടെ അളിയനാണ്. എൻ്റെ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ ദൂരെയാണ്, അകലെയാണ്. അപ്പോൾ ഇന്നലെ രാത്രി ഇതുപോലൊരു ദുരന്തം നടന്നു എന്ന് കേട്ടപ്പം എനിക്ക് വല്ലാത്ത ഒരു ഫീലിംഗ് ആണ് ഉണ്ടായത്. കാരണം ഈ മതിൽ കെട്ടുന്ന സമയം മുതൽ ഇത് ഒരു അപകട മേഖലയിൽ ഇരിക്കുന്ന ഒരു മതിലാണ്. കാരണം എത്ര അടി താഴ്ചയിൽ നിന്നാണ് ഇത് പൊക്കി വന്നത്, അതുപോലെ അതിൻ്റെ മണ്ണുകൾ. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റുമായി സംസാരിച്ച് ആ കുടുംബത്തിന് എന്ത് സഹായമാണ് ചെയ്തു കൊടുക്കാൻ കഴിയുന്നത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഇടപെടലുണ്ടാകും. വളരെ പെട്ടെന്ന് തന്നെ സ്ഥലവാസികൾ, പ്രദേശവാസികൾ രക്ഷാപ്രവർത്തനത്തിന് എത്തിയതുകൊണ്ടാണ് ശ്രീ ശ്യാമലൂട്ടിയെ രക്ഷപ്പെടുത്താനായത്. അദ്ദേഹത്തിൻ്റെ ദേഹത്ത് മണ്ണ് ഇടിഞ്ഞു വീഴുകയായിരുന്നു. 2 പേരെയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. തീർച്ചയായിട്ടും വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. ഈ വിഷയം സജീവമായി തന്നെ ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് വേണ്ട എല്ലാ സഹായവും ജനപ്രതിനിധി എന്ന നിലയിൽ ഞാനും ഇവിടെ ഗ്രാമപഞ്ചായത്ത് അംഗം മുതൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും ഒക്കെ ത്രിതല പഞ്ചായത്തിൻ്റെ ജനപ്രതിനിധികളും നല്ലതും ചേർന്നുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്യുന്നതിനുള്ള ഒരു സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ഉറപ്പുവരുത്തും.